സ്റ്റാർട്ടപ്പ് സംരംഭം അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിലേക്ക് കിടക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് പല സ്റ്റാർട്ടപ്പുകാരുടെ കയ്യിലും ക്യാഷ് ഉണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും ബൂട്ട് സ്ട്രാപ്പ് ചെയ്തിട്ടാണ് ഒരു ബിസിനസ്, അതായത് തൻ്റെ കയ്യിലുള്ളതും തനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ വീടൊക്കെ പണയം വെച്ചിട്ട് അങ്ങനെ പല രീതിയിലും ഇടങ്ങുന്ന ഒരുപാട് ആളുകൾ നമ്മളടുത്ത് പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് അനുയോജ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാകാവുന്ന സോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാകുന്നത് നല്ലതാണ്. അത് ഗവൺമെൻറ് ഏജൻസീസ് ആണെങ്കിലും ബാങ്കുകളാണെങ്കിലും ഇനി പ്രൈവറ്റ് ഏജൻസീസ് ആണെങ്കിലും ഇനി അതല്ല VCs, ഏഞ്ചൽ ഫണ്ട്, ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് പലപ്പോഴും VCസും ഏഞ്ചൽ ഫണ്ട് അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സൊക്കെ വരുന്നത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു വാല്യൂ റെക്കഗ്നൈസ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം. പക്ഷെ തുടക്കത്തിലും അതൊന്ന് ലോഞ്ച് ചെയ്യുന്നത് വരെയും പിടിച്ചു നിൽക്കാനും പലപ്പോഴും നമുക്ക് ഫണ്ട് ആവശ്യം വരും. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഫണ്ട് സോഴ്സ് ചെയ്യുക. ഏതൊക്കെ സോഴ്സിൽ ഇത് കിട്ടും? പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളുടെ പല സ്കീമുകളുണ്ട്, ഇൻക്യുബേറ്റർ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ആ സോഴ്സ് അനലൈസ് ചെയ്യാനും അതിന് അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാനിങ് എടുക്കാൻ പറ്റുകയാണെങ്കിലും കുറേയൊക്കെ ഫണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ തുടക്കത്തിൽ പല സ്റ്റാർട്ടപ്പുകളും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും.